ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനും വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഫ്ലവറിനെ പരിചയപ്പെടാം. ഇതാണ് ഫ്ലവറിൻ്റെ പേര്, മറ്റ്മാച്ചിക്ക എന്നാണ് ഈ ഫ്ലവറിൻ്റെ പേര്. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഒരുപാട് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, അത് ചെറിയ ഒരു ഇത്രയാണ് വളരുള്ളത്, പക്ഷെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇതിവിടെ ഉറപ്പുണ്ട് മറ്റ്മാച്ചിക്ക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ നല്ലോണം വിരിഞ്ഞിരിക്കും. അതായത് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ സൂര്യപ്രകാശം അടിക്കാത്ത സമയത്ത്, അതായത് ഒരു വൈകിട്ടൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. രാവിലെ ആകുമ്പോൾ വിരിയും. അതാണ് ഈ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് 18 ഡിഗ്രിയാണ്. ചൂടാണ്. അതിന് മുമ്പ് വരെയുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഡിഗ്രി 6 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ ഒരു പ്രത്യേക ടെമ്പറേച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 90% ആൾക്കാർക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. 2 ആഴ്ചത്തോളം കാലം ഞാൻ ഫുള്ള് കിടപ്പിലായിരുന്നു. എനിക്ക് വൈറൽ ഫീവറായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്തു ഞാനത് മാറാനായിട്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മെട്രോയിൽ ട്രാവൽ ചെയ്യണവരാണെങ്കിൽ, ഈ പുറത്ത് കൂടുതൽ ട്രാവൽ ചെയ്യണവരാണെങ്കിൽ, നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വരാൻ നേരത്ത് കൈ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നതാണ് മെട്രോയിലൊക്കെ. അപ്പോൾ ഓരോ ആൾക്കാർ പിടിച്ച സ്ഥലത്തായിരിക്കും നമ്മളും പിടിക്കുന്നത്. അപ്പോൾ അസുഖങ്ങളുള്ളവർ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൽ പിടിച്ച് മുഖത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു വൈറൽ ഫീവർ ഒരുപാട് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു വയ്യായ്ക ഒന്നും ആരും നോക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ തന്നെ സേഫ് ആക്കാൻ ശ്രമിക്കുക. പുറത്ത് പോയിട്ട് വരാൻ നേരത്ത് വീട്ടിലെത്തുമ്പോൾ കൈ ഒന്ന് വാഷ് ചെയ്യുക. അത് നല്ലതായിരിക്കും. കാരണം ഈ വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാലും മാറാനായിട്ട് ഭയങ്കര പാടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നവരോട് മെഡിസിൻസ് കൊണ്ടുവരാൻ പറയണത് എന്താണെന്ന് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് മെഡിസിൻസ് മേടിച്ചായിരുന്നു. ഇതെന്ന് വെച്ചാൽ പ്രതിരോധത്തിന് വേണ്ടിയുള്ള മെഡിസിനാണ്. പിന്നെ അതുമാത്രമല്ലാണ്ട് ഇത് നമ്മുടെ പാരസെറ്റമോളാണ്, ഇവിടുത്തെ പാരസെറ്റമോൾ. ഓക്കെ, പിന്നെ ഇത് തുമ്മലിൻ്റെ സിറപ്പാണ്. പിന്നെ ഇതെന്ന് പറയണത് നമുക്ക് ഈ ജലദോഷത്തിന് മൂക്കടപ്പൊക്കെ വരുമ്പോൾ അടിക്കാനുള്ള സ്പ്രേ ആണ്. ഈ 4 മെഡിസിനും ഞാൻ മേടിച്ചിട്ട് ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 3200 റൂബിൾസാണ് വന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു 4 ഐറ്റംസ് മേടിച്ചത് കൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ നാട്ടിൽ നിന്ന് മെഡിസിൻ കൊണ്ടുവരാൻ പറയുന്ന പ്രധാന കാരണം അതാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാട്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു പാരസിറ്റമോൾ ഒരു 2 അല്ലെങ്കിൽ 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലൂസായിട്ട് കിട്ടും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു സെറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മെഡിസിൻ എക്സ്പെൻസീവാണ്. നാട്ടിൽ നിന്ന് വന്നവർ മെഡിസിൻസ് കൊണ്ടുവന്ന അത്രയും നല്ലത്. പിന്നെ ചില മെഡിസിൻസ് നാട്ടിലത്തെ കഴിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്രത്തോളം ഈ ക്ലൈമറ്റിൽ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. എങ്കിൽ പോലും എനിക്കിപ്പോൾ നാട്ടിലത്തെ മെഡിസിൻസ് എടുത്തതിന് ശേഷമാണ് ഒന്ന് കുറഞ്ഞതെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വൈറൽ ഫീവർ കൂടുന്ന, അതായത് വന്ന സ്പ്രെഡ് ആവുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നൊരു പയ്യൻ ഈ അടുത്ത് കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരൊരു 10 പേരുണ്ടായിരുന്നു. അവർ ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവന്നു. വെയർ ഹൗസ് ജോബ് എന്ന് പറഞ്ഞിട്ടാണ് ഏജൻറ്റ് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചെടുത്തു. അതിനുശേഷം അവർക്ക് ജോലി ചെയ്യണ സാലറി കൊടുക്കത്തില്ല. ഇവിടെ ഒരു കമ്പനിക്കും പാസ്പോർട്ട് മേടിച്ച് വെക്കാനുള്ള അധികാരമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത് പാസ്പോർട്ട് മേടിച്ചെടുത്തു. ഇവർ ഇപ്പോഴും ആ കമ്പനിയിലാണ് നിൽക്കുന്നത്. അവർ ജോലി ചെയ്തതിൻ്റെ സാലറി ഒന്നും പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടപ്പെട്ട അധികൃതരുടെ നമ്പർ ആ പയ്യന് ഷെയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മിക്കവരോടും നാട്ടിലത്തെ ഏജൻസി പറയുന്ന ഒരു കാര്യമാണ്, ഈ ടൂറിസ്റ്റ് വിസയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കമ്പനിയുടെ ഒരു പെർമിറ്റ് നിങ്ങൾക്ക് എടുത്തു തരും, അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് വിസയിലോട്ട് മാറ്റി തരാമെന്നുള്ള കാര്യം. ഈ കമ്പനിയുടെ പെർമിറ്റ് എടുത്തുതരാന്ന് പറയുന്നത് ജസ്റ്റ് ചിലപ്പോൾ ഇതായിരിക്കാം. കാരണം എന്നെ കാണിച്ച് തന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു കാർഡാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കാർഡാണ്, ഞാൻ ഓസോണിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇതെൻ്റെ അവിടുത്തെ പാസ്സാണ്. ബിക്കോസ് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ആ കമ്പനിയുടെ ID കാർഡാണത്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ നമ്മൾ മറ്റേ നമ്മുടെ ID അടിക്കുക, അത് സ്കാൻ ചെയ്തിട്ട് ഉള്ളിലോട്ട് പോകണേ. പക്ഷേ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് മാറ്റിത്തരുന്നുള്ള കാർഡ് ഇതായിരിക്കും. ഈ ഒരു കാർഡ് വെച്ചിട്ട് യാതൊരു ഗുണവുമില്ല. ഇത് ജസ്റ്റ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുള്ള ID കാർഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പോലീസ് പിടിക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് അവർ ചോദിക്കുന്നത് വിസ ഉണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ വിസയാണ് മെയിൻ. അപ്പോൾ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരിക്കും, 90 ദിവസത്തെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ ലീഗലായിട്ട് അതിൻ്റെ പകുതി ദിവസമാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കമ്പനിയിലും ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ്, ഈ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളറിലെ ഒരു കാർഡാണ് വർക്ക് പെർമിറ്റ്. ഈ വർക്ക് പെർമിറ്റ് ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് കുറച്ച് പേര് എടുത്തു എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഇല്ലീഗലായിട്ട്, അതായത് ഡ്യൂറേഷൻ കൂടുതൽ താമസിച്ചിട്ട് ഒരു വക്കീലിന് ഇവിടെ കൂടുതൽ നിന്നതിൻ്റെ ഫീസ് അടച്ചതിന് ശേഷം മൈഗ്രേഷൻ സെൻറ്ററിൽ പോയിട്ട് അവരെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് എനിക്ക് എത്രത്തോളം അത് വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു അറിവിൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ എടുത്ത് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വിസയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിസയുടെ വാലിഡിറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് അടിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്കൊരു പ്രോഗ്രാമിൽ നിന്ന് മറ്റൊരു പ്രോഗ്രാമിലോട്ട് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴും കുറേ ആൾക്കാർ സ്റ്റുഡൻറ്റ് വിസയിൽ ടൂറിസ്റ്റ് വിസയിൽ കയറുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അവരിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇനി അവിടെ നാട്ടിൽ നിന്ന് ഈ ടൂറിസ്റ്റ് വിസയെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ ഹിന്ദിക്കാരാണ് പറ്റിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതുമാത്രമല്ലാണ്ട് തന്നെ ഇവിടെ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ നമ്മളത് അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കുറച്ചധികം ദിവസങ്ങളായിട്ട് അതിൻ്റെ പുറകെ ഉള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അതെല്ലാം ശരിയായിട്ട് നല്ലൊരു ഇവിടെ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും അത് നമ്മൾ ചെയ്തെടുക്കും, അത് ഉറപ്പാണ്. പിന്നെ ഇവിടെ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആണെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയുടെ അവൈലബിലിറ്റി വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ പോകണം, നിങ്ങൾ ഡെയിലി ക്ലാസ്സിൽ പോകണം. നിങ്ങൾ ഇവിടെ ഡെയിലി ക്ലാസ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാം. അതായത് 3 മണിക്കൂറൊക്കെ ക്ലാസ്സുള്ളൂ, ബാക്കിയുള്ള ദിവസം പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് 1 ഇയർ ഡ്യൂറേഷൻ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റേഴ്സിനോട്ടൊക്കെ അപ്ലൈ ചെയ്യാം. അത് വലിയ കോസ്റ്റൊന്നും ആവില്ല. പിന്നെ ഇവിടെ ഈ MBA ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ പഠിക്കാനായിട്ട്. ഇവിടെ സ്റ്റുഡൻസിന് അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമുക്ക് കുറച്ച് കമ്പനീസ് ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ മോസ്കോയിൽ സ്റ്റുഡൻസായിട്ട് വന്നിട്ട് ജോലി ഇല്ലാത്തവരാണെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോലി കണ്ടെത്തി തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഒരു 11 പേരെ ഞാനൊരു കമ്പനിയിലാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും ഹാപ്പിയാണ്, പ്രോപ്പർ സാലറിയാണ്. 2 മാസമായിട്ട് അവരോട് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു കമ്പനിയും വരുന്നുണ്ട്. അവിടെയും സ്റ്റുഡൻസിന് അത്യാവശ്യം അവരെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസായിട്ട് ഇവിടെ വന്നിട്ട് ജോലിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഫിംഗർ പ്രിൻറ്റ് കാർഡ് മസ്റ്റാണ്. അപ്പോൾ അത് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പോയി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഹെൽത്ത് നന്നായിട്ടൊക്കെ നോക്കുക. കാരണം ഇവിടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആരും തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അടുത്ത ഇൻഫർമേഷനായിട്ട് ഞാൻ വരുന്നതാണ്. ഞാൻ എന്തായാലും ഇത് വൈൻഡപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഈ വീഡിയോൻ്റെ കേസൊക്കെ എനിക്ക് വയ്യായിരുന്നു, പിന്നെ വേറെ പേഴ്സണൽ തിരക്കൊക്കെ കാരണമാണ് നമുക്ക് സമയം കിട്ടാൻ. എന്തായാലും പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.